പഴശ്ശിയുടെ വയലേലകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ചരിത്രത്തിൽ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭൂമിയാണെങ്കിലും കാർഷിക ഭൂപടത്തിൽ സമൃദ്ധിയുടെ വിളനിലമായി അടയാളപ്പെടുത്തുന്ന സമ്പന്നമായ പാരമ്പര്യം അവകാശപ്പെടാനുള്ള വിളഭൂമിയാണ് പഴശ്ശി. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലേലകളിൽ തമ്പുരാന്മാർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച അടിയാളന്മാരുടെ കണ്ണീർ കഥകളും പിന്നീട് സഹനത്തിന്റെ ഉലയിൽ ഊതിക്കാച്ചിയ കാരിരും ആയുധങ്ങൾ കണക്കെ മനസ്സ് പരുവപ്പെടുത്തിയ പോരാളികൾ ഉഴുതുമറിച്ച മണ്ണായും പഴശ്ശി മാറി. ഇന്ന് ആ വയലുകൾ ഏറെ ചുരുങ്ങിപ്പോയെങ്കിലും തനതായ കാർഷിക രീതി പിന്തുടരുന്ന അപൂർവം കർഷകരിൽ ഒരാളാണ് പടുവിലാൻ വീട്ടിൽ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ. 27-ാം തീയതി ആണ് ഉമ വിത്ത് ഞാറ് പെയ്തത്. ഞാറ് തറയിലാണ് വിത്തിട്ടിരിക്കുന്നത്. അത് പറിച്ച് നടാൻ 20 ദിവസമാണ് വേണ്ടത്. അത് ടില്ലർ വരാൻ വൈകിയതുകൊണ്ട് 27-ാമത്തെ ദിവസമേ പറിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇടവം 27-നേക്ക് ഒരു മാസത്തെ മൂപ്പുണ്ടാവും. ഇടവം 27-ന് പറിച്ചു നട്ടിട്ട് ഇടവം മിഥുനം കർക്കിടം ചിങ്ങം കന്നി ഇന്ന് 15ആയി. അപ്പോൾ കന്നി 15-നേക്ക് 4 മാസവും 15 ദിവസവും വേണ്ടി വന്നു. 12 വിളവ് ആവായ ഒരു മാസം മുമ്പിലേ നെല്ല് പുട്ടലും കതിറായിരിക്കുന്നു. ആ സമയത്തെ കാറ്റും മഴ കാരണം കൊണ്ട് ഒന്നും അരിഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ചെറിയൊരു മഴ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ നെല്ല് മൂർന്നെടുത്തത്. 120-140 ദിവസം വരെ പോവും ഉമേൻ്റെ നെല്ല്. പക്ഷേ നല്ല കതിർ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെയിലും മഴയും കിട്ടുകയാണെങ്കിൽ വേഗത്തിൽ പാലർച്ച് കിട്ടും. മഴയാണെങ്കിൽ കുറച്ച് പ്രയാസം സംഭവിച്ചിന്. ഇനി തച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റും തൂളി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എൻ്റെ നെല്ല് അധികമായിട്ട് ഉയരം വെച്ചിട്ടില്ല, വീണിട്ട് നാശമായിട്ടില്ല. മിഞ്ഞാന്ന് ഒരു പന്നി വന്നിട്ട് കുറച്ച് നെല്ല് കൊട്ടിക്കളഞ്ഞു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഉപദ്രവമൊന്നും വന്നിട്ടില്ല. സാധാരണ ജനങ്ങൾ എല്ലാം കാർഷിക വൃത്തി ആദായകരമല്ലെന്ന് കണ്ട് തൊഴിലുപേക്ഷിച്ച് മറ്റു തൊഴിലിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോഴും അതിജീവനത്തിന്റെ പുത്തൻ മാതൃക തുറന്നു വെക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. കൃഷി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 1961 മുതൽക്ക് അച്ഛൻ്റെ ഒരുമിച്ച് കൃഷിരംഗത്ത് ഇറങ്ങിയതാണ്. 28 വർഷം ഞാൻ ഒരു 5 ഏക്കർ വയലിൽ സ്വന്തമായിട്ട് അച്ഛൻ്റെ സപ്പോർട്ട് കൂടി കാലി കൂട്ടിയിട്ട് നെൽകൃഷി നടത്തിയിരിക്കുന്നു. അന്ന് അച്ഛനുള്ളതുകൊണ്ട് എല്ലാവർക്കും വീതം വെച്ചതിന് ശേഷം 5 ഏക്കറയോളം ഉള്ളതിൻ്റെ അകത്ത് കൃഷി നടത്തിയിട്ട് നല്ല കൃഷിയായിരുന്നു. എനിക്ക് സ്വന്തം കാലി കൂട്ടിൽ മാത്രമാണ് തൊഴിലായിരുന്നു. എല്ലാ കൃഷിപ്പണീൻ്റെ എല്ലാ പണിയും പഠിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പം മുരളെ പോറ്റാൻ പറ്റാത്തതുകൊണ്ട് യന്ത്രത്തിനെ സമീപിക്കേണ്ടി വരുന്നു. ടില്ലർ കൊണ്ടുവന്നിട്ടാണ് ഇപ്പം പൂട്ടിയിട്ട് കൃഷി നടത്തുന്നത്. 1 ഏക്കർ നെല്ല് ഇപ്പോൾ നടത്തുന്നുണ്ട്. എൻ്റെ സ്വന്തം ചിലവും കഴിച്ചാൽ ഒരു 4-5 കിൻഡൽ നെല്ല് പുറത്ത് വിൽപ്പന നടത്താനുണ്ടാവും. കൃഷി കൂടാതെ കണ്ട് പറമ്പിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്. കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. കവുങ്ങ് എന്നെല്ലാം പറഞ്ഞാൽ മംഗള, സുമംഗള, മോഹിന്ദർ അങ്ങനത്തെ ഏറ്റവും ടോപ്പ് അടക്കിയായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ അച്ഛനോടൊപ്പം അദ്ദേഹം കൃഷിയിൽ വ്യാപൃതനായിരുന്നു. തന്റെ 76-ാം വയസ്സിലും കൃഷിയെ തന്റെ നല്ല പാതിയായി കൂടെ കൂട്ടുകയാണ് അദ്ദേഹം. 1961 മുതൽ നെൽകൃഷിയിൽ വ്യാപൃതനായ കുഞ്ഞികൃഷ്ണൻ 5 ഏക്കറോളം സ്ഥലത്ത് തുടർച്ചയായി 28 വർഷത്തോളം നെൽകൃഷി നടത്തി. ഏക്കറുകളോളം നെൽപ്പാടമുണ്ടായിരുന്ന കാലത്ത് കാലിമൂട്ടുൾപ്പെടെയുള്ള ജോലികളും ചെയ്തിരുന്നു. വയലിപ്പം ഈ അടുത്ത 2ാം വിള ചെയ്തു കഴിഞ്ഞാൽ ഇടവിളയുണ്ട് മേടത്തിൽ. മകരം, കുംഭം, മീനം, മടം വരെ ആ 4 മാസത്തെ ഇടവിള കുമ്പളം കൃഷി ചെയ്യും. കുമ്പളം, വെള്ളരി, ചീര, പയറ്, കുറച്ച് വണ്ടിയും. അത് മോശമില്ലാത്ത തരത്തിൽ എല്ലാ കൊല്ലവും 1 ലക്ഷം 1.25 ലക്ഷം റുപ്യൻ്റെ വിറ്റുവരവ് ഉണ്ടാകലുണ്ട്. ഈ വർഷം വിലയില്ലാത്തത് കൊണ്ടും കോവിഡ് വന്നതുകൊണ്ടും എവിടെയും മാർക്കറ്റിൽ പോയിട്ടില്ല. അത് കൾച്ചറിൻ്റെ ആൾക്കാരായിട്ട് സമീപിച്ചിട്ട് അവരാണ് മുഴുവനും 4 ടണ്ണോളം അവരെടുത്തിരിക്കുന്നത്. പിന്നെ 1 ടണ്ണ് കണ്ണൂർ ഒരു 2 ക്ലബ്ബുണ്ട് അവിടെ, അവരാണ് എടുത്തത്.
യന്ത്രവൽകൃത സംവിധാനങ്ങൾ വന്നപ്പോഴും തന്റെ കാർഷിക ജോലി നിർബാധം തുടരുന്നുണ്ട്. നെൽകൃഷിയോടൊപ്പം രണ്ടാം വിളയായി കുമ്പളം, വെള്ളരി, ചീര, വെണ്ട എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കോവിഡ് കാരണം കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രമായപ്പോൾ ക്വിന്റൽ കണക്കിന് കുമ്പളം വാങ്ങിക്കാൻ ആളില്ലാതെ നശിച്ചു പോകുന്നത് വാർത്തയായിരുന്നു. പശുക്കൾ ഉൾപ്പെടെ ഉള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമായ കാർഷിക വിളകളെല്ലാം നാളുകളേറെയായി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ കർഷകൻ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാലം തെറ്റിപ്പെയ്യുന്ന മഴയും പ്രളയവുമെല്ലാം വിളയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. കീടനാശിനികളുടെ പിടിയിലമർന്ന ഇന്നത്തെ ഭക്ഷ്യ സംസ്കാരത്തിൽ നിന്നും മോചിതമാവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിക്ക് ഒരു മാതൃകയാവുകയാണ് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ.